ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ കാഫിറൂൻ, ആയത്ത് നമ്പർ 5. വലാ അൻതും ആബിദൂന മാ അഅ്ബുദു. ഞാൻ ഇബാദത്ത് ചെയ്യുന്നതിന് നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നവരല്ല. ഈ ആയത്ത് നേരത്തെ മൂന്നാമത്തെ ആയത്തിൽ വന്ന അതേ ആയത്ത് തന്നെയാണ്. പദവും അതിന്റെ അർത്ഥവും ഒന്ന് തന്നെയാണ്. പക്ഷെ നമ്മൾ പറയേണ്ട ഈ ആശയം രണ്ടിന്റെയും വ്യത്യസ്ത ആശയമാണ്. രണ്ടിന്റെ ആശയം രണ്ടായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറയുകയുണ്ടായി. അതിലൊന്ന് നമ്മൾ നേരത്തെ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ എന്ന ആയത്തിന് ശേഷം പറയുമ്പോൾ എന്താണ് എന്ന് നമ്മൾ അവിടെ പറയുകയുണ്ടായി. എന്താന്ന് പറഞ്ഞാൽ, ഞാൻ ഇബാദത്ത് ചെയ്യുന്ന ശക്തി ഏതാണോ അത് അവൻ ആ ശക്തിയുടെ ഗുണവും വിശേഷണവും ഉള്ള ഒരു ദൈവത്തെ ആരാധിക്കുക എന്നത് നിങ്ങൾ ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് എന്റെ ദൈവത്തിന് പറയപ്പെട്ടിട്ടുള്ള ഗുണഗണങ്ങൾ, വിശേഷണങ്ങൾ ഇല്ല എന്ന പ്രഖ്യാപനമാണ് ആ മൂന്നാമത്തെ ആയത്തിൽ പറഞ്ഞത്. ഇവിടെ നാലാമത്തെ ആയത്തിന് ശേഷം പറയുന്ന ഈ ആയത്ത്, നാലാമത്തെ ആയത്തിൽ നിങ്ങൾ ഇബാദത്ത് ചെയ്തതിന്, അതിന്റെ വിശദീകരണവും അതിന്റെ ഇതിന്റെ വിശദീകരണങ്ങളൊക്കെ നമ്മൾ അവിടെ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി. വലാന ആബിദും മാ അബത്തും, നിങ്ങൾ ഇബാദത്ത് ചെയ്തതിന് ഇബാദത്ത് ചെയ്യുന്നവനല്ല ഞാൻ എന്ന് പറയുമ്പോൾ നിങ്ങളും നിങ്ങളുടെ പൂർവിതാക്കളും മുമ്പ് ആരാധിച്ചു കൊണ്ടിരുന്നു. അപ്പൊ അവിടെ നമ്മൾ വിശദീകരിച്ചു, വ്യത്യസ്തങ്ങളായ ദൈവങ്ങളെയാണ് ഓരോ നൂറ്റാണ്ടുകളിലും ഓരോ കൊല്ലങ്ങളിലും അവർ ആരാധിച്ചു വന്നിരുന്നത്, ഒരുപാട് ദൈവങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏകനായ ദൈവം, ആ ഏകദൈവത്തെ സങ്കല്പം നിങ്ങൾക്ക് വെച്ചു പുലർത്താൻ സാധിക്കുകയില്ല. കാരണം നിങ്ങൾ പല ദൈവങ്ങളുടെ പിന്നാലെയാണ് എന്നാണ് ഇവിടെ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നേരത്തെ ഏകനായ അള്ളാഹുവിന്റെ ആ ഗുണഗണങ്ങൾ ഉള്ള ഒരു ദൈവത്തെ ആരാധിക്കുന്നവരല്ല നിങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഏകനായ ഏകദൈവ സങ്കല്പത്തിൽ അധിഷ്ഠിതമായ ഒരു ഇബാദത്ത്, ഒരു ആരാധനാ കർമ്മം നിർവഹിക്കുന്നവരല്ല നിങ്ങൾ എന്നാണ് ഈ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു എന്ന ഈ 5ാമത്തെ ആയത്തിലെ ഈ ആയത്തിന്റെ ആശയം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പദാനുപദാർത്ഥം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. വാവ് എന്ന അർത്ഥമാണ്. ലാ, ഇല്ല, അൻതും നിങ്ങൾ, ആബിദൂന ഇബാദത്ത് ചെയ്യുന്നവർ, നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നവരല്ല എന്നാണ് വലാ അൻതും ആബിദൂന എന്ന് പറയുമ്പോൾ. മാ അഅ്ബുദു, ഞാൻ ഏതൊരു ശക്തിക്കാണോ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ശക്തിക്ക്, മാ ഏതോ ഒന്ന്, അഅ്ബുദു ഞാൻ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥവും. നേരത്തെ പറഞ്ഞ വിശദീകരണങ്ങളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കുക. ഈ പറയുന്ന ആയത്തിലെ ഈ 2 ആയത്തുകളാണ് ഞാൻ നേരത്തെ പറയുകയുണ്ടായി. 3ാമത്തെയും ഈ 5ാമത്തെയും ആയത്താണ് ഈ സൂറയിലെ ഒരുപോലെയുള്ള ആയത്തുകൾ. പദം കൊണ്ടും അർത്ഥം കൊണ്ടും ഒരേപോലെ കാണപ്പെടുന്ന ആയത്ത് ഇത് 2ആണെങ്കിലും ഈ ആയത്തുകൾ അതിന്റെ മുമ്പ് പറഞ്ഞ ആയത്തുകൾ വെച്ചുകൊണ്ട് വിശദീകരിക്കപ്പെടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആവർത്തനമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ യഥാവിധി മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ.
വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.